ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ എനിക്ക് 2 അനൗൺസ്മെൻറ്റ്സ് ആണ് വരുത്താനുള്ളത്. ഒരെണ്ണം നമ്മുടെ എക്സാമിനറുടെ ബാച്ചിലെ ബാക്ക്ലോഗ് സീരീസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം. നമ്മുടെ വയനാട്ടിൽ ഈ ദുരിത പ്രദേശത്ത് എഫക്റ്റഡ് ആയ കുട്ടികളും അവിടുത്തെയുള്ള സ്കൂളുകളിലുള്ള കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം. ഓക്കെ, അവരിപ്പോൾ അത് കാണാനുള്ള സിറ്റുവേഷനിലല്ല, പക്ഷേ എനിവേസ് നമുക്ക് എക്സാമിനറുടെ വക അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റും കൂടി ഇട്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ബുദ്ധിമുട്ടിൽ കുടുങ്ങിപ്പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സാമിനർ ചെയ്യുന്ന ഹെൽപ്പ് നിങ്ങളുടെയും കൂടി ഹെൽപ്പായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പും വേണം നമുക്ക് അവരുടെ അടുത്ത് ഈ മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ മക്കളെ, നമുക്ക് എക്സാമിനറിന് ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ നമ്മൾ സഹായങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. ഓക്കെ, അപ്പോൾ വയനാട്ടിൽ ദുരിത പ്രദേശത്ത് കുടുങ്ങിയ സ്കൂളുകളോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്കോ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള, പ്രത്യേകിച്ച് വെള്ളാർമല സ്കൂളും അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് നിങ്ങളെ എഫക്റ്റഡ് ആയ സ്കൂളുകളെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ച് ക്ലാസ് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. ഓക്കെ, 6th മുതൽ 12 വരെയാണ് നമുക്ക് ബാച്ചസ് ഉള്ളത്. അപ്പോൾ 6th മുതൽ 12 വരെ നിങ്ങൾ ആ ഭാഗത്തുള്ളൊരു കുട്ടിയാണ്, നിങ്ങൾ എഫക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ബാച്ച്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സിറ്റുവേഷനിലായിരിക്കില്ല, പക്ഷേ പിന്നീടാണെങ്കിൽ, അതുകൊണ്ടാണ് ഗൂഗിൾ ഫോം ആക്കിയത്. താഴെ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങളെ ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളെങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്താൽ മതി. നമ്മൾ മെല്ലെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഫില്ല് ചെയ്യുക. അതേപോലെ നിങ്ങളിപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വയനാട്ടിലുള്ള കുറച്ച് ആൾക്കാർ അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ ബാച്ചൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും, പിന്നെ അതേപോലെ ആപ്പൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിനറിന് പറ്റുന്ന പോലെ എഡ്യൂക്കേഷൻ പരമായിട്ട് 6 to 12 ബാച്ചസ് ഉള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് നമ്മുടെ ബാച്ചസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം എൻ്റെ വക ഒരു റിക്വസ്റ്റ് ഉണ്ട്, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കലാമിറ്റിയിലൂടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം നമ്മൾ ആലോചിക്കേണ്ടത് ഇത് വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് വീടുണ്ടാവില്ല, പ്രോപ്പർട്ടി ഉണ്ടാവില്ല, ഭയങ്കര കഷ്ടം ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിരിക്കും, നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എക്സാമിനറിന് പറ്റുന്ന പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ആ സമയത്ത് നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളിത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾ മെച്ചോർ ഓഡിയൻസ് ആണ്, നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഫോം തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അവരുടെ അടുത്ത് എത്തിക്കുക. അതാണ് ഫസ്റ്റ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഹോപ്പ്ഫുള്ളി അങ്ങനെ ഒരു നല്ല ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോരാതെ ഇനിയും ഹെൽപ്പുകൾ ഉണ്ടാവും, ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, വേറെ നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, അതൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് കാര്യം, നമ്മുടെ ക്ലാസ്സസിലേക്ക് വരുമ്പോൾ ബാക്ക്ലോഗ് സീരീസ് നമ്മൾ August 1 സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് ഡിലേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ August 3 ഓക്കെ, നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും കുട്ടികളുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. എല്ലാം ലൈവിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങളുടെ ആപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ 100% എൻഷുർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ബാക്ക്ലോഗ് സീരീസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്ന് അറിയിക്കുകയാണ് മക്കളെ. നമ്മുടെ എക്സാമിനറുടെ ബാച്ചസ് SSLC +1 +2 വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട്, ബാച്ചിലുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ബാച്ചിലില്ലാത്തവരാണെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. ആൻഡ് ബാച്ചിലുള്ളവർ ഇനി ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആണ്. എന്താ സംഭവിക്കുക മക്കളെ, നിങ്ങൾക്ക് ഡബിൾ ക്ലാസ്സസ് ട്വൈസ് പെർ ഡേ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 ലൈവ് ഉണ്ടാവും ഡെയിലി, 6 മണിക്ക് രാവിലെയും രാത്രി 9 മണിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സൺഡേ ആകുമ്പോൾ രാവിലെ 9 മണിക്കും രാത്രി 9 മണിക്കാണ്. എല്ലാ ചാപ്റ്ററിനും 2 ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2 ക്ലാസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് റിവിഷനാണ്. ഓണപരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചാപ്റ്ററിനും റിവിഷൻ ഉണ്ടാവും. ചാപ്റ്റർ ഒറ്റൊരു 1.5 hours ഫുൾ വിത്ത് ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ലൈവായിട്ട് എടുത്തു തരും രാവിലെ ആൻഡ് രാത്രി. അതിങ്ങനെ ടൈം ടേബിൾ തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ, ഫോർ എക്സാമ്പിൾ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ നമ്മൾ പഠിച്ചു, ഫോർമുലയും ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്, അത് വേറെ ലൈവായിട്ട്. അപ്പോൾ എല്ലാ ചാപ്റ്ററിനും 2 ലൈവ് ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ റിവിഷൻ ക്ലാസ് നമ്മൾ ഫസ്റ്റ് സെഷൻ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജീൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ ഒരു സെഷൻ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഈ സെഷൻ മാത്രം യൂട്യൂബിൽ പബ്ലിക്കായിട്ട് തരുന്നതായിരിക്കും. അത് നമ്മൾ നാളെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സെഷൻസും ബാക്കിയുള്ള സെക്കൻഡ് ചാപ്റ്റർ മുതലൊക്കെ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സും ലൈവ് ക്ലാസ്സും ആയിരിക്കും. അപ്പോൾ ബാച്ചിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളത് മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഓക്കെ വേഗം തന്നെ നമുക്ക് ഓണം എക്സാമിന് ഫുൾ സിലബസ് എടുക്കാം, ഫുൾ മാർക്കിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം, വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക്ലോഗ് സീരീസ് ഇനി ലേറ്റ് ആക്കുന്ന
നടക്കുന്നില്ല മക്കളെ. നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഓണപരീക്ഷയിൽ മുൻപായിട്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. കാരണം ഇനി കുറേ ദിവസങ്ങളില്ല. ബാക്ക്ലോഗ് സീരീസിൽ എല്ലാവരും ഫുൾ പവറിലോടെ പങ്കെടുക്കുക. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം. വയനാട്ടിൽ ഇങ്ങനത്തെ ദുരിതബാധിതമായ സ്ഥലങ്ങളിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ സ്കൂളിലുള്ള കുട്ടികൾക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരോട് ഗൂഗിൾ ഫോം പറ്റുന്ന സമയമാകുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ ബാച്ചസ് ഫ്രീ ആക്കി കൊടുക്കുന്നതായിരിക്കും. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഓണം എക്സാം. അതിനു മുമ്പ് നിങ്ങൾ സേഫ് ആയിരിക്കുക, മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. ആൻഡ് പഠനം എന്നുള്ള കാര്യം, പഠിക്കാനുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഡെഫിനറ്റ്ലി പഠിക്കുക. ഓക്കെ, അപ്പോൾ എക്സാം എന്താണെങ്കിലും നടക്കും, ആ കാര്യം മറക്കരുത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പഠിക്കുക. നമുക്ക് കാണാം ഓണം എക്സാമിന്. അതിനുള്ള ഫുൾ ഹെൽപ്പ് എക്സാമിനർ ഉണ്ടാവും. സോ സി യു. നാളെ രാത്രി 9 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.